എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഓഡിബിളാണോ? കേൾക്കാൻ കഴിയുന്നുണ്ടോ? ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ ഓക്കെ. നമ്മൾ ഈ അതായത് ദേശീയ ചിന്താധാരയോട് ചേർന്ന് നിൽക്കുന്നവർ, സംഘപരിവാർ സ്വയംസേവകർ, സംഘ സ്വയംസേവകർ ഒക്കെ ഏത് കാലത്തും അഭിമുഖീകരിച്ചിട്ടുള്ള ഒരു വലിയ വിഷയമാണ്, വലിയൊരു പ്രശ്നമാണത്. അതായത് ജനുവരി 30-നും ഒക്ടോബർ 2-നും നേരിടുന്ന ആ ഒരു കൂട്ടത്തോടെയുള്ള ആക്രമണം. അതായത് ഗാന്ധിജിയെ വധിച്ചത് RSSകാരാണ് എന്ന ആ ഒരു നറേറ്റീവ് കഴിഞ്ഞ 10-75 വർഷമായിട്ട് അവർ ബിൽഡപ്പ് ചെയ്തിട്ടുണ്ട്. അത് വലിയൊരു വിഭാഗം ആൾക്കാർ വിശ്വസിച്ചിട്ടുമുണ്ട്. എന്താണെന്നറിയില്ല, നമ്മുടെ ദേശീയ ചിന്താധാരയോട് ചേർന്ന് പോകുന്നു എന്ന് കരുതപ്പെടുന്ന ചില ആൾക്കാരും ഗാന്ധിജി കൊല്ലപ്പെടേണ്ട ഒരു വ്യക്തി തന്നെയായിരുന്നു, ഗാന്ധിജി ഒരു ഹിന്ദു ദ്രോഹിയായിരുന്നു, ഈ ഭാരതത്തിൽ 20-ാം നൂറ്റാണ്ടിൽ ഏറ്റവും അധികം ഹിന്ദുക്കളോട് ദ്രോഹം ചെയ്ത ഒരു മനുഷ്യനായിരുന്നു, ഗോഡ്സെ ചെയ്തത് ശരിയായിരുന്നു, ഈ രീതിയിൽ വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം അൺഫോർച്ചുനേറ്റ്ലി, നിർഭാഗ്യവശാൽ നമ്മുടെ ദേശീയ ചിന്താധാരയോട് ചേർന്ന് പോകുന്നു എന്ന് പറയപ്പെടുന്നവരിലുമുണ്ട്. അവരിൽ ഓൺലൈനിലൊക്കെ ഒരു വലിയ വിഭാഗം വളരെ ശക്തവുമാണ്. ഇനിയിപ്പോൾ നമുക്ക് കാണാം, ഈ ജനുവരി 30 വരുമ്പോൾ കാണാം, ഗോഡ്സെയെ ആരാധിച്ചുകൊണ്ട് ഗോഡ്സെ ആയിരുന്നു ശരി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആ രീതിയിലുള്ള, ഗോഡ്സെ ഒരു വലിയ ദേശാഭിമാനിയായിരുന്നു എന്ന രീതിയിലുള്ള ചില നറേറ്റീവുകൾ, അങ്ങനെയുള്ള ചില വ്യാഖ്യാനങ്ങളൊക്കെ വരാൻ പോവുകയാണ്. അടുത്ത 2-3 ദിവസത്തിനുള്ളിൽ നമുക്കത് കാണാൻ കഴിയും. ഇതൊരു വലിയ പ്രശ്നമാണത്. എന്തായാലും RSS ആണോ സംഘമാണോ മഹാത്മാഗാന്ധിജിയെ മരണത്തിന് കാരണം എന്നുള്ള ചോദ്യത്തിന് ഇപ്പോൾ പ്രസക്തിയേ ഇല്ലാതായിരിക്കുകയാണത്. ഈ പറയുന്നവർക്ക് പോലും ആ പറയുന്ന കാര്യത്തിൽ ഇത്രയും നാൾ പറഞ്ഞു വന്നൊരു ശീലം കൊണ്ടങ്ങ് പറയുന്നു എന്നുള്ളതല്ലാതെ അവർക്ക് പോലും അതിൻ്റെ അകത്ത് ഒരു ആത്മവിശ്വാസമോ അല്ലെങ്കിൽ സത്യമാണെന്ന് അവർ തന്നെ വിശ്വസിക്കുന്നില്ല. പിന്നെ RSSനെതിരെയും സംഘപരിവാറിനെതിരെയും BJPക്കെതിരെയും ഒക്കെ പറയാൻ ഒരു കാരണം വേണമല്ലോ എന്ന് കരുതി ഒരു വഴിപാട് പോലെ അവർ പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അതായത് അതിപ്പോൾ ഒരു പ്രശ്നമേ അല്ല. എന്നാൽ നമ്മളുടെ കൂട്ടത്തിലുണ്ട് എന്ന് കരുതപ്പെടുന്ന ചില ഹിന്ദു തീവ്രവാദികൾ എന്നൊക്കെ സ്വയം അഭിമാനിക്കുന്ന ചില ആൾക്കാരുണ്ട്. അവരാണ് ഇതിനൊക്കെ ഏറ്റവും കൂടുതൽ ഇപ്പം പ്രചാരണം നൽകിക്കൊണ്ടിരിക്കുന്നത്, ഗോഡ്സെയാണ് ശരി എന്നുള്ളത്. അത് തീർച്ചയായും നമുക്കൊരു പ്രശ്നം തന്നെയാണ്. അത് ആശയപരമായി തന്നെ വളരെ കർശനമായിട്ട് തന്നെ നാം അതിനെ നേരിടേണ്ടതുണ്ട്. അതിന് നാം കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇവിടെ ഇപ്പോഴത്തെ എൻ്റെ ഈ സംസാരത്തിൻ്റെ ഉദ്ദേശം സംഘം ഇതിൻ്റെ അകത്ത് ഉത്തരവാദിയാണോ അല്ലയോ എന്നുള്ളതിനെ പറ്റി അല്ല. കാര്യം അതിനി നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, വളരെ ക്ലിയറാണത്. അത് ചരിത്രവും നീതിന്യായ കോടതിയും സംവിധാനവും ഒക്കെ പലവട്ടം തെളിയിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഇറ്റ്സ് എ ടൈം ടെസ്റ്റഡ് ഫാക്റ്റ്. അതുകൊണ്ട് അതിലേക്ക് നമുക്ക് പോകേണ്ട കാര്യമേ ഇല്ല. എന്നാൽ ഈ ചരിത്രം ഉയർത്തുന്ന ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ട്. സത്യത്തിൽ ഈ ചോദ്യങ്ങൾ ശരിയായ രീതിയിൽ ചോദിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളിടത്താണ് ഈ മഹാത്മാഗാന്ധി വധം ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടത്. അത് വളരെ ആസൂത്രിതമായി തന്നെ ആ ചോദ്യങ്ങൾ ഉയരാതിരിക്കാൻ ഇവിടെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. അതിനുള്ള ഗൂഢാലോചനകൾ, ശ്രമങ്ങളൊക്കെ നടന്നിട്ടുമുണ്ട്. അതെന്താണ്? നമുക്കറിയാം, 1948 ജനുവരി 30-ന് മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടു. നാഥുറാം ഗോഡ്സെ ബിർള മന്ദിറിലെ പ്രാർത്ഥനാ യോഗത്തിൽ വെച്ച് പോയിന്റ് ബ്ലാങ്കിൽ മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്നു. ഇത്രയുമാണ് പൊതുവെ എല്ലാവർക്കും അറിയാവുന്നത്. അതിനുശേഷം അതിൻ്റെ അകത്ത് 6-7 പ്രതികളുണ്ടായിരുന്നു. ആ പ്രതികളിൽ വീര സവർക്കർ അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്തു. സവർക്കറെ വെറുതെ വിട്ടു.
നാഥുറാം ഗോഡ്സെയെയും നാരായൺ ആപ്തെയും തൂക്കിലേറ്റി ബാക്കിയുള്ള പ്രതികളെല്ലാവരും 10-15 വർഷം കഴിഞ്ഞ് തടവ് ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങി അവർ ഇവിടെ നോർമൽ ജീവിതം നയിച്ചു. എല്ലാവരും ഇപ്പം ആ പ്രതികളിൽ ആരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അവസാനം ഗോപാൽ ഗോഡ്സെ ആയിരുന്നു മരിച്ചത്. 2010 2005 അപ്പോൾ ആ സമയത്തോ മറ്റോ ആണെന്ന് തോന്നുന്നു, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. ഇത്രയുമാണ് നമുക്കറിയാവുന്ന, എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം. എന്നാൽ വേറെ ചില കാര്യങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മഹാത്മാഗാന്ധി വധത്തിലേക്ക് എത്തിച്ച കാര്യങ്ങളെപ്പറ്റി നമ്മുടെ പബ്ലിക് ഡൊമൈനിലുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. ആർക്കും ആക്സസിബിൾ ആയിട്ടുള്ള കാര്യമാണത്. ഈ ഗൂഢാലോചന എങ്ങനെയാണ് കുറ്റപത്രപ്രകാരം സംഭവിച്ചതെന്നറിയുമോ? കുറ്റപത്രപ്രകാരമാണ് കേട്ടോ. അതായത് ആ ജനുവരി 12-ാം തീയതി മഹാത്മാഗാന്ധി ഒരു നിരാഹാരം അനൗൺസ് ചെയ്യുകയാണ്, അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം. ആ നിരാഹാര സത്യാഗ്രഹം 2 കാരണമായിരുന്നു ഉണ്ടായിരുന്നത്. രണ്ട് ഡിമാൻഡായിരുന്നു ഗാന്ധിജിക്ക് ഉണ്ടായിരുന്നത്. ഒന്ന്, വിഭജന വേളയിൽ ഇന്ത്യ പാകിസ്ഥാന് കൊടുക്കാം എന്ന് പറഞ്ഞിരുന്ന ഒരു നഷ്ടപരിഹാര തുക ഉണ്ടായിരുന്നു, ഒരു 55 കോടി രൂപ. അത് കാശ്മീരിലുണ്ടായ യുദ്ധത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ നമ്മൾ കൊടുത്തിരുന്നില്ല, റിലീസ് ചെയ്തിരുന്നില്ല. അത് കൊടുക്കണം എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഡിമാൻഡ്. അതിൻ്റെ അകത്തെ ശരിതെറ്റുകളൊക്കെ നമുക്ക് പിന്നീട് നമുക്ക് സംസാരിക്കാം. നമുക്ക് ചോദ്യോത്തര വേളയിൽ സമയമുണ്ടെങ്കിൽ നമുക്കതിനെപ്പറ്റി സംസാരിക്കാം. അത് വേണ്ടിയിരുന്നോ, ഗാന്ധിജി അത് ചെയ്യേണ്ടതായിരുന്നോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ളത്. രണ്ടാമത്തെ ഡിമാൻഡ്, അദ്ദേഹം അവിടെ ഡൽഹിയും പരിസരവും ആ സമയത്ത് വലിയ ഒരു വർഗീയ ലഹളയുടെ അങ്ങനെ തീക്കുണ്ടത്തിന് നടുവിൽ നിൽക്കുകയാണ്. എപ്പോൾ വേണമെങ്കിൽ പൊട്ടിത്തെറിക്കാവുന്ന ഒരു അഗ്നിപർവ്വതത്തിൻ്റെ മുകളിലായിരുന്നു അപ്പോൾ ഡൽഹി. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ ഡിമാൻഡ്, ഇവിടെ വർഗീയ ലഹള ഉണ്ടാകാൻ പാടില്ല, അതിന് എനിക്കൊരു ഉറപ്പ് കിട്ടണം. വെറുതെ വാക്കാൽ പറഞ്ഞ ഉറപ്പ് പോരാ. എല്ലാ സാമുദായിക നേതാക്കന്മാരും അവരുടെ പ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കന്മാരും അങ്ങനെയുള്ളവരെല്ലാവരും എൻ്റെ അടുത്ത് വന്ന് എനിക്ക് ഉറപ്പ് തരണം, എന്നെ അത് ബോധ്യപ്പെടുത്തണം. ഇതായിരുന്നു ഈ 2 ഡിമാൻഡ്. ഈ 2 ഡിമാൻഡുകളും അംഗീകരിച്ചു. ഈ 12-ാം തീയതിയാണ് അദ്ദേഹം നിരാഹാരം അനൗൺസ് ചെയ്യുന്നത്. 13-ാം തീയതി രാവിലെ പത്രത്തിൽ മഹാത്മാഗാന്ധിയുടെ ഈ നിരാഹാര വാർത്ത പുറത്തു വരികയാണ്. ഈ പുറത്തു വരുമ്പോൾ ഇങ്ങത്തൊക്കെ പൂനെയിലിരുന്ന് നാഥുറാം ഗോഡ്സെ ഈ പത്രം വായിച്ചപ്പോൾ, ഈ വിവരമറിഞ്ഞപ്പോൾ ആ നിമിഷം തീരുമാനിക്കുകയാണ്, ഇനി ഗാന്ധിജി ജീവിച്ചിരുന്നുകൂടാ. ഇത് ഗൂഢാലോചന കുറ്റപത്രത്തിൽ എഴുതിയിരിക്കുന്ന കാര്യമാണ് ഈ പറയുന്നത് കേട്ടോ. അങ്ങനെ നാഥുറാം ഗോഡ്സെയും അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയും സുഹൃത്തുമൊക്കെയായിരുന്ന നാരായൺ ആപ്തെയും കൂടി തീരുമാനിച്ചു, ആ ജനുവരി 20-ന് മഹാത്മാഗാന്ധിയെ കൊല്ലണം. അവർ ബോംബെയിൽ വന്നു. ശങ്കർ കിസ്തയ, ദിഗംബർ ബാഡ്ജെ, വിഷ്ണു കാർക്കറെ ഇങ്ങനെയുള്ള കൂട്ടുപ്രതികളെയൊക്കെ സംഘടിപ്പിച്ചു. അവർ ഗൂഢാലോചന നടത്തി, അവർ ആയുധങ്ങൾ സംഘടിപ്പിച്ചു, അവർ പണം സംഘടിപ്പിച്ചു. അന്നത്തെ കാലത്ത് 15,000 രൂപ അവർ ഗ്യാദർ ചെയ്തിരുന്നു. 47-ലെ 15,000 രൂപ എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവുമെന്ന് ആലോചിച്ച് നോക്കുക. അതിനുശേഷം ഈ പ്രതികൾ ഡൽഹിയിലേക്ക് യാത്ര ചെയ്തു. അതിൽ നാഥുറാം ഗോഡ്സെയും നാരായൺ ആപ്തെയും ഫ്ലൈറ്റിലാണ് പോയത്, വിമാനത്തിലാണ് പോയത്. അങ്ങനെ ഡൽഹിയിലെത്തി കൊണാട്ട് പ്ലേസിലെയും റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെയും 2 ഹോട്ടലുകളിലായി തങ്ങി. ജനുവരി 20-ന് വൈകുന്നേരത്തെ പ്രാർത്ഥനായോഗത്തിൽ ഇവർ എത്തി, മഹാത്മാഗാന്ധിയുടെ പ്രാർത്ഥനായോഗത്തിലെത്തി. അവിടെ വെച്ച് ഈ ദിഗംബർ ബാഡ്ജെ മഹാത്മാഗാന്ധിയെ ഒരു ബോംബെറിഞ്ഞ് ഒരു കേയോസ്, ഒരു ബഹളമുണ്ടാക്കി. ആ ബഹളത്തിൻ്റെ നടുവിലൂടെ മഹാത്മാഗാന്ധിയെ ദിഗംബർ ബാഡ്ജെ വെടിവെച്ച് കൊല്ലുക എന്നുള്ളതായിരുന്നു അവരുടെ പദ്ധതി. ബോംബെറിഞ്ഞു, ബോംബ് പൊട്ടി, അവിടെ വലിയ ബഹളമുണ്ടായി. പക്ഷേ ദിഗംബർ ബാഡ്ജയ്ക്ക് വെടിവെക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ എല്ലാവരും ചിതറിയോടി, ഈ പ്രതികളും ചിതറിയോടി. ആ പ്രതികളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന മദൻലാൽ പഹ്വയെ പോലീസ് അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തു. അതിനുശേഷം ഇവരെല്ലാവരും പിരിഞ്ഞുപോയി, 4 വശത്തേക്കും പോയി. ജനുവരി 20-ന് ഈ മദൻലാൽ പഹ്വയെ പോലീസ് കൊണ്ടുപോവുകയും ചെയ്തു.
അതിനുശേഷം കൃത്യം 10 ദിവസം കഴിഞ്ഞപ്പോൾ ജനുവരി 30-ന് അതേപോലെ അതേ പ്രാർത്ഥനായോഗത്തിൽ ഒരു വേഷപ്രച്ഛന്നതയും ഇല്ലാതെ ഈ നാഥുറാം ഗോഡ്സെ ആ പ്രാർത്ഥനായോഗത്തിലേക്ക് കടന്നു വന്ന് ഗാന്ധിജിയുടെ കാലിൽ തൊട്ട് വണങ്ങി നേരെ നിവർന്നു നിന്ന് പോയിന്റ് ബ്ലാങ്കിൽ 3 വെടിയുണ്ടകൾ ഉതിർത്ത് മഹാത്മാവിനെ വധിച്ചു. ഇതാണ് കുറ്റം. ഇനി നിങ്ങൾ പറയൂ, വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇനി ഇതിൻ്റെ അകത്ത് വേറെ ചില പ്രത്യേകതകളുണ്ട്. ഈ പ്രതികൾ ഇവരാരും തന്നെ മഹാരാഷ്ട്ര വിട്ട് പുറത്തു പോയിട്ടുള്ളവരല്ല. ഇവർക്ക് ഡൽഹിയിൽ അവരതിനു മുമ്പ് പോയിട്ടേ ഇല്ല. ഡൽഹി പരിചയമില്ല. മാത്രമല്ല, ഇവർക്ക് ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ അറിയാവുന്ന ഒരേ ഒരു ഭാഷ മറാഠി മാത്രമാണ്. ഹിന്ദി പോലും അവർക്ക് ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ അറിയില്ല. അങ്ങനെ വ്യക്തമായ ഭാഷ അറിയാത്ത, ഡൽഹിയും പരിസരവും അതിനു മുമ്പ് കണ്ടിട്ട് പോലുമില്ലാത്ത, ഒരു പരിചയവുമില്ലാത്ത ഈ 12,000 കിലോമീറ്റർ തെക്ക് കിടക്കുന്ന ഇവർ ഈ 7 ദിവസം കൊണ്ട് ഈ ഗൂഢാലോചന നടത്തി, ആയുധങ്ങൾ സംഘടിപ്പിച്ച്, പണം സംഘടിപ്പിച്ച് ഡൽഹിയിൽ വന്ന് മഹാത്മാവിൻ്റെ ജീവൻ എടുക്കാൻ ശ്രമിച്ചു. വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത് പോസിബിളായിട്ടുള്ള കാര്യമാണോ? ഇത് നടക്കുന്ന കാര്യമാണോ? നമ്മുടെ സാധാരണ കോമൺ സെൻസ് ഉപയോഗിച്ചാൽ മതി. പക്ഷേ ഈ ചോദ്യം ഒരിടത്തും ചോദിക്കപ്പെട്ടിട്ടില്ല. 2, ഞാൻ പറഞ്ഞല്ലോ, ജനുവരി 20-ന് അവിടെ നിന്ന് മദൻലാൽ പഹ്വയെ അറസ്റ്റ് ചെയ്തു. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, മദൻലാൽ പഹ്വയെ അറസ്റ്റ് ചെയ്തു. ഈ മദൻലാൽ പഹ്വയിൽ നിന്ന് ഇവരുടെ ഗൂഢാലോചനയുടെ മുഴുവൻ വിവരങ്ങളും പോലീസിന് ലഭിച്ചു. ഗോഡ്സെയുടെയും ആപ്തയുടെയും രേഖാചിത്രങ്ങൾ വരെ അവർ വരച്ചു, പോലീസ് വരച്ചു. അയാളെ ശരിക്കും 3-ാം മുറയിലൂടെയാണ് ഇതെല്ലാം ഇതാക്കിയത്. അപ്പോൾ ആ മുഴുവൻ വിവരങ്ങളും ലഭിച്ചിട്ടും ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ ഒന്ന് പിന്തുടരാനോ ഈ കൊലപാതകം തടയാനോ ഉള്ള ഒരു ശ്രമവും പോലീസിൻ്റെയോ സർക്കാരിൻ്റെയോ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല. ആ രേഖാചിത്രം, നാഥുറാം ഗോഡ്സെയുടെ രേഖാചിത്രം, സാധാരണഗതിയിൽ പോലീസ് രേഖാചിത്രം തയ്യാറാക്കി കഴിഞ്ഞാൽ എന്താണ് ചെയ്യുക? അവർ പത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കും. അവ പബ്ലിക് പ്ലേസസിൽ, ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും എയർപോർട്ടുകളിലും മാർക്കറ്റുകളിലും അങ്ങനെ ആൾക്കാർ കൂടുന്നിടത്തെല്ലാം അത് ഡിസ്പ്ലേ ചെയ്യും. എന്നാൽ അതും നടന്നിട്ടില്ല. ഇതൊന്നും നടന്നിട്ടില്ല. ഇവരുടെ കയ്യിൽ മുഴുവൻ വിവരങ്ങളും ഉണ്ടായിരിക്കെ, മഹാത്മാഗാന്ധി വധം തടയാനുള്ള എല്ലാ സോഴ്സും അവരുടെ കയ്യിലുണ്ടായിരിക്കെ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഇരിക്കുകയാണ് വെറും 10 ദിവസത്തിനകം അതേ മോഡലിൽ അവർ ഈ നാഥുറാം ഗോഡ്സെ മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊല്ലുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, കുറ്റവാളികളുടെയൊക്കെ ഒരു മോഡസ് ഓപ്പറാൻഡി എന്താണ്? ഒരു ശ്രമം പരാജയപ്പെട്ടാൽ പിന്നീട് അതേ ശ്രമം ഒരിക്കലും അവർ ചെയ്യില്ല, ഒരിക്കലും ചെയ്യില്ല. പിന്നെ അവർ വേറെ മാർഗ്ഗമേ നോക്കുകയുള്ളൂ. എന്നാൽ അതേപോലെ തന്നെ ബിർള മന്ദിറിലെ വൈകുന്നേരത്തെ അതേ പ്രാർത്ഥനായോഗത്തിൽ എങ്ങനെയാണോ ജനുവരി 20-ന് അവർ പ്ലാൻ ചെയ്തത്, അതേപോലെ തന്നെ വന്ന് മഹാത്മാഗാന്ധിയെ കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാനീ പറയുന്നത് വെറുതെ അല്ല, നമ്മുടെ വിരൽത്തുമ്പിലുള്ള വിവരങ്ങളാണ് ഞാനീ പറയുന്നത്. ആർക്കും പരിശോധിക്കാവുന്ന കാര്യങ്ങളാണിത്. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? മഹാത്മാഗാന്ധി ജനുവരി 30-ന് കൊല്ലപ്പെട്ടേ മതിയാകൂ എന്ന ഒരു ശക്തമായ വ്യക്തമായ തീരുമാനം എവിടെയൊക്കെയോ എടുത്തിരുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി സുഹൃത്തുക്കളെ, നിർഭാഗ്യവശാൽ ഈ ചോദ്യം കോടതിയിലോ പൊതുസമൂഹത്തിലോ ആരും ചോദിച്ചിട്ടില്ല. ഇതൊരു ചോദ്യമല്ലേ, എങ്ങനെ ഇത് നടക്കും? ഇനി അതവിടെ നിൽക്കട്ടെ, അതൊന്ന്. ഇനി മറ്റൊരു കാര്യം പറയട്ടെ. മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടതിൻ്റെ തൊട്ടു പിന്നാലെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിനെ ഇവിടെ നിരോധിച്ചു. എന്നാൽ ഈ പ്രതികൾ ആരെങ്കിലും സംഘ സ്വയംസേവകരായിരുന്നോ? RSS മെമ്പേഴ്സോ ആയിരുന്നോ? അന്ന് പിന്നെ പരിവാർ സംഘടനകളൊന്നുമില്ല, RSS മാത്രമേ ഉള്ളൂ.
ആകപ്പാടെ പറയുന്നത് നാഥുറാം ഗോഡ്സെ 1934 അതായത് അതിനും 14 വർഷം മുമ്പ് കുറച്ച് ദിവസം സംഘശാഖയിൽ പോയിരുന്നു എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ ഒരു കാരണമായി പറയുന്നത്. സംഘത്തിനെ നിരോധിച്ചു. എന്നാൽ ഈ പ്രതികൾ എവിടുത്തെ അംഗങ്ങളായിരുന്നു? അവർ ഹിന്ദു മഹാസഭയിലെ അംഗങ്ങളായിരുന്നു. ഹിന്ദു മഹാസഭയിലെ ഒരു ഫ്രിഞ്ച് ഗ്രൂപ്പ്, ഹിന്ദു രാഷ്ട്രദളെന്നോ അങ്ങനെ കണ്ടാണ് അതിൻ്റെ പേര്. ആ എല്ലാവരും തന്നെ. എന്നാൽ ആ പറഞ്ഞ ഹിന്ദു മഹാസഭ നിരോധിക്കപ്പെട്ടോ? ഹിന്ദു മഹാസഭ നിരോധിക്കപ്പെട്ടില്ല. അവരുടെ ഓഫീസുകൾ സീൽ ചെയ്യപ്പെട്ടില്ല. അവരുടെ പ്രസിദ്ധീകരണങ്ങൾ അടച്ചുപൂട്ടിയില്ല. അവർ അന്ന് വരെ എങ്ങനെയാണോ പ്രവർത്തിച്ചത് അങ്ങനെ തന്നെ പ്രവർത്തിക്കുകയായിരുന്നു. അതുമാത്രവുമല്ല, ഈ ഗാന്ധിവധം നടക്കുന്ന സമയത്ത് ഹിന്ദു മഹാസഭയുടെ പ്രസിഡൻ്റായിരുന്നു നിർമ്മൽ ചന്ദ്ര ചാറ്റർജി. അദ്ദേഹം വലിയ സ്കോളറായിരുന്നു കേട്ടോ, വലിയ സ്കോളറായിരുന്നു, നിയമവിദഗ്ധനായിരുന്നു, സമർത്ഥനായിരുന്നു, പ്രതിഭാശാലിയായിരുന്നു. ഇംഗ്ലണ്ടിൽ ഒക്കെ പോയി ബാരിസ്റ്റർ ബിരുദമൊക്കെ എടുത്ത ആളാണ്. വലിയ വലിയ സ്കോളർ തന്നെയായിരുന്നു, സംശയമൊന്നുമില്ല കാര്യത്തിൽ. അതിലൊന്നും നമുക്കൊരു ഒരു തർക്കവുമില്ല. പക്ഷേ ഈ വധത്തിന് പിന്നാലെ, ഈ സംഭവത്തിന് തൊട്ട് പിന്നാലെ ഈ ചാറ്റർജി, NC ചാറ്റർജി അവിടെ നിന്ന് ഈ ഹിന്ദു മഹാസഭയിൽ നിന്ന് രാജിവെച്ചു. ഇത് നടക്കുന്ന സമയത്താണ് ഗുരുജി ഗോൾവൽക്കർ അറസ്റ്റ് ചെയ്തു. ആ സമയത്ത് എന്നിട്ടെന്താ സംഭവിച്ചത്? ഇദ്ദേഹത്തിനെ പിന്നെ കാണുന്നത് എവിടെയെന്നറിയോ? കൽക്കട്ട ഹൈക്കോടതിയുടെ ജഡ്ജിയായിട്ടാണ്. അതായത് മഹാത്മാഗാന്ധിയെ വധിച്ച കൊലയാളി സംഘത്തിൻ്റെ പരമോന്നത നേതാവിനെ ആ ദാരുണ സംഭവത്തിൻ്റെ തൊട്ടു പിന്നാലെ ജവഹർലാൽ നെഹ്റു കൽക്കത്ത ഹൈക്കോടതി ജഡ്ജിയായി നിയമിച്ചു. അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ ഒക്കെ നിയമിച്ചു. ഇത് സത്യമാണ്. വൈ? നമുക്കൊരു ഞെട്ടൽ തോന്നൂലേ കേട്ടാൽ? ഇത് നടക്കുമോ ഇത്? എന്നാൽ ഇത് നടന്ന കാര്യമാണ്. ഞാൻ വീണ്ടും പറയുന്നു, ഈ കേട്ടിരിക്കുന്നവരിൽ പലർക്കും ഇത് അവിശ്വസനീയമായിട്ട് തോന്നാം. നിങ്ങൾ ചെക്ക് ചെയ്യൂ. ഇന്ന് വിവരങ്ങൾ ലഭ്യമാകാൻ വളരെ എളുപ്പമാണ്. അതിന് പിന്നാലെ എന്താണ് ചെയ്തത്? അദ്ദേഹം 2-3 വർഷം കഴിഞ്ഞു ഇവരെ ഗോഡ്സെയെയും ആപ്തയെയും തൂക്കിലേറ്റി. ബാക്കിയുള്ള പ്രതികളെല്ലാം ജയിലിൽ പോയി. അങ്ങനെ ആ വധം അതിൻ്റെ അലയൊലികൾ അടങ്ങി. 1950 ഭാരതം റിപ്പബ്ലിക്കായി. 1952 ആദ്യത്തെ പൊതുതെരഞ്ഞെടുപ്പ് നടന്നു. ആ പൊതുതെരഞ്ഞെടുപ്പിൽ ഈ ജഡ്ജി സ്ഥാനം രാജിവെച്ച് വീണ്ടും ഹിന്ദു മഹാസഭയിൽ മടങ്ങിയെത്തിയ നിർമ്മൽ ചന്ദ്ര ചാറ്റർജി കൽക്കത്ത ബുർദ്വാനിൽ നിന്ന് ലോക്സഭാ മെമ്പറായി ഹിന്ദു മഹാസഭ ടിക്കറ്റിൽ ജയിച്ചു. അദ്ദേഹം ലോക്സഭയിലെത്തി. ആ ലോക്സഭയിൽ മഹാത്മാഗാന്ധി വധയെ കൊന്ന ആ കൊലയാളി സംഘത്തിൻ്റെ നേതാവ് ഇവിടെ MP ആയി സത്യപ്രതിജ്ഞ ചെയ്തു. ഇവിടെ ഒരു പുരികവും അനങ്ങിയില്ല, ഒരു പ്രതിഷേധവും ഉണ്ടായില്ല. മഹാത്മാഗാന്ധിയുടെ വധം കഴിഞ്ഞ ആ ചോരപ്പാടുകൾ മാഞ്ഞിട്ടില്ല. 4 വർഷമേ ആയിട്ടുള്ളൂ. ഇവിടെ ഒരാകാശവും ഇടിഞ്ഞു വീണിട്ടില്ല. 5 വർഷം കഴിഞ്ഞ് ഇതേ മനുഷ്യൻ 57 തെരഞ്ഞെടുപ്പിൽ തോറ്റു. പിന്നീട് അദ്ദേഹത്തിനെ ലോക്സഭയിൽ കാണുന്നത് 1963 ബുർദ്വാനിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി, അതായത് നമ്മുടെ കേരളത്തിൽ നിന്ന് സെബാസ്റ്റ്യൻ പോളും ഇന്നസെൻറ്റും ഒക്കെ ജയിച്ചിട്ടില്ലേ, അതുപോലെ 67 അദ്ദേഹം CPMൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി. CPM MP ആയിരുന്നു. 71 അദ്ദേഹത്തിന് വയ്യാതായി, വാർദ്ധക്യം ബാധിച്ച് രോഗാതുരനായപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനെ അദ്ദേഹം ഡെപ്യൂട്ടി ചെയ്തു വിട്ടു. അന്ന് വരെ ഒരു രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമോ പ്രവർത്തന പരിചയമോ ഒന്നുമില്ലാതിരുന്ന അദ്ദേഹത്തിൻ്റെ മകൻ CPMൻ്റെ സ്ഥാനാർത്ഥിയായി ജയിച്ചു. ആ മകൻ്റെ പേരാണ്
നമുക്കൊക്കെ അറിയാവുന്ന പേരാണ് സോമനാഥ് ചാറ്റർജി. സോമനാഥ് ചാറ്റർജി MP ആകുമ്പോൾ ആദ്യമായി ഇലക്ഷനിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹം അതിനു മുമ്പ് SFIയിലോ അല്ലെങ്കിൽ യുവജന സംഘടനകളിലോ ഒരിടത്തും പ്രവർത്തിച്ചിട്ടില്ല. കൽക്കത്ത ഹൈക്കോടതിയിലെ വക്കീലായിരുന്നു, അതുമാത്രം. നിർമ്മൽ ചന്ദ്ര ചാറ്റർജിയുടെ മകനായിരുന്നു. അതായത് രാജീവ് ഗാന്ധിയും നമ്മുടെ ജോസ് കെ മാണിയും അഖിലേഷ് യാദവും ഒക്കെ എങ്ങനെയാണോ രാഷ്ട്രീയ രംഗത്തേക്ക് വന്നത്, അവരുടെ അച്ഛൻ്റെ പിതാവിൻ്റെയൊക്കെ ലെഗസിയിലാണ് വന്നത്. അതുപോലെ ഒരു വ്യത്യാസമില്ല. ഇതാണ് സത്യം, ഇത് സത്യമാണിത്. പക്ഷേ ഈ സത്യം ആരും പറയില്ല, പറഞ്ഞിട്ടുമില്ല. അദ്ദേഹത്തിൻ്റെ ആകെയുള്ള രാഷ്ട്രീയ പാരമ്പര്യം എന്ന് പറയാനുള്ളത് 57 ഇദ്ദേഹം നിർമ്മൽ ചന്ദ്ര ചാറ്റർജി ഹിന്ദു മഹാസഭ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ അതിൻ്റെ കുറേ ആ തെരഞ്ഞെടുപ്പിൻ്റെ കുറേ ലൈസണിങ് വർക്കുകൾ ചെയ്തിരുന്നു. അതായത് വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാറ്റർജി ഹിന്ദു മഹാസഭയിൽ തുടർന്നിരുന്നു എങ്കിൽ ഈ സോമനാഥ് ചാറ്റർജി ഹിന്ദു മഹാസഭയുടെ നേതാവായി മാറുമായിരുന്നു. അത്രമാത്രം ലളിതമാണ് കാര്യങ്ങൾ. ഇതെല്ലാം കൂടി കൂട്ടിവെച്ച് വായിക്കുമ്പോൾ സുഹൃത്തുക്കളെ, നാം എന്താണ് വിശ്വസിക്കേണ്ടത്? നമ്മളിവിടെ ഒരു അബ്സല്യൂട്ട് കൺക്ലൂഷനിലൊന്നും എത്തുന്നില്ല. പക്ഷേ RSSനെ ഈ ദാരുണ സംഭവവുമായി ബന്ധിപ്പിക്കാൻ ഇവർക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ എളുപ്പം, അതിനേക്കാൾ വിശ്വസനീയമായ രീതിയിൽ ജവഹർലാൽ നെഹ്റുവിനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും ഈ വധവുമായി ബന്ധിപ്പിക്കാൻ വേണ്ട കാരണങ്ങൾ ഇഷ്ടം പോലെയുണ്ട്, ഇഷ്ടം പോലെ. കാരണം ഗാന്ധിജി ഇല്ലാതാകേണ്ടത് ആരുടെ ആവശ്യമായിരുന്നു? ഗാന്ധിജി ഇല്ലാതായതുകൊണ്ട് അതിൻ്റെ ബെനിഫിഷ്യറീസ് ആരാണ്? അതിൻ്റെ ഗുണഭോക്താക്കൾ ആരാണ്? ആലോചിച്ച് നോക്കൂ. ഏതൊരു ക്രൈമും നടക്കുമ്പോൾ, ഒരു കുറ്റകൃത്യവും നടക്കുമ്പോൾ ആ കുറ്റകൃത്യത്തിൻ്റെ അന്വേഷണം തുടങ്ങുന്നത് എവിടെ നിന്നാണ്? ഏത് കാലത്തും, അന്നും ഇന്നും എന്നും ഇതാരുടെ ആവശ്യമാണ്? ഈ ഒരാൾ കൊല്ലപ്പെടേണ്ടത് അവിടെ നിന്നാണ്. ആ ചോദ്യത്തിൻ്റെ ഉത്തരത്തിൽ നിന്നാണ് അന്വേഷണം തുടങ്ങുന്നതും കുറ്റവാളികളിലേക്ക് എത്തുന്നതുമെല്ലാം. ഇങ്ങനെ ഈ ഒരു കുറ്റകൃത്യം നടന്നുകൊണ്ട് ആർക്കാണ് ഗുണം? ഇനി പറയൂ സുഹൃത്തുക്കളെ, ഗാന്ധിജി കൊല്ലപ്പെട്ടത് കൊണ്ടുണ്ടായ ഗുണം ആർക്കാണ് കിട്ടിയത്? സംശയമൊന്നും വേണ്ട, അത് നെഹ്റു കുടുംബത്തിനും കോൺഗ്രസ് പാർട്ടിക്കും തന്നെയാണ് കിട്ടിയത്. ഇനി ചരിത്രത്തിനെ നമുക്ക് വേറൊരു രീതിയിലൊന്ന് ചിന്തിച്ച് നോക്കാം. എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മൾ ചിലപ്പോൾ ചരിത്രത്തിനെ അങ്ങനെയും കൂടെ വിലയിരുത്തണം. നമ്മൾ ഗാന്ധിജി കൊല്ലപ്പെട്ടു, വിവേകാനന്ദൻ ജനിച്ചു, അദ്ദേഹം ഇത്ര നാൾ വർക്ക് ചെയ്തു, ബാലഗംഗാധര തിലകൻ അദ്ദേഹം ഇത്ര വർക്ക് ചെയ്തു. ഇങ്ങനെയൊന്നും സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ ചരിത്രത്തിന് എന്ത് സംഭവിക്കുമായിരുന്നു എന്നും കൂടി ഒരു ചരിത്ര വായന നമുക്ക് ആവശ്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടിട്ടില്ല, അന്ന് ആ സംഭവം നടന്നില്ല എന്ന് വിചാരിക്കുക. വളരെ കർശനമായ ആരോഗ്യ ചിട്ടകൾ പുലർത്തിയിരുന്ന ഗാന്ധിജി എങ്ങനെ പോയാലും അടുത്ത ഒരു 10-15 വർഷം കൂടി ജീവിക്കുമായിരുന്നു. മിനിമം 10 വർഷം കൂടി അദ്ദേഹം ഈ ഭാരതത്തിൽ നമ്മോടൊപ്പം ഉണ്ടാവുമായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ഓർക്കണം, സ്വാതന്ത്ര്യത്തിൻ്റെ പുലരിയിൽ 1947 ഓഗസ്റ്റ് 15 മഹാത്മാഗാന്ധി ഡൽഹിയിൽ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം അസ്വസ്ഥനായിരുന്നു. അദ്ദേഹം വേദന തിങ്ങുന്ന, ചോരയൊലിക്കുന്ന ഹൃദയവുമായി അദ്ദേഹം ഡൽഹി വിട്ടുപോയി. അങ്ങ് ചമ്പാരനിൽ പോയിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ കൂടെയാണ് ഭാരതം പിളർന്നത്. അതിൻ്റെ അകത്ത് അദ്ദേഹത്തിനും അതിൻ്റേതായ ആ ചരിത്രത്തിൽ ആ ഒരു റോൾ അദ്ദേഹത്തിനുണ്ട്. ആ കുറ്റബോധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. താൻ ആഗ്രഹിക്കുന്ന രീതിയിലല്ല ഈ ഭാരതത്തിൻ്റെ ഭരണം, സ്വതന്ത്ര ഭാരതത്തിൻ്റെ ഭരണം പോകുന്നത് എന്ന് വ്യക്തമായി അദ്ദേഹത്തിന് ബോധ്യമുണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ ഭാരതത്തിൻ്റെ, സ്വതന്ത്ര ഭാരതത്തിൻ്റെ എക്കണോമിക് പോളിസി, സാമ്പത്തിക നയങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ളതിന് ഗാന്ധിജി വളരെ വ്യക്തമായ സ്വദേശിയിലൂന്നിയ മാർഗനിർദ്ദേശങ്ങൾ നെഹ്റുവിന് അയച്ചു കൊടുത്തിരുന്നു. പക്ഷേ ആ നെഹ്റു അതെല്ലാം നിർദ്ദയം തള്ളിക്കളയുകയാണ് ചെയ്തത്.
ഒരു കാര്യം കൂടി ഇന്ന് ഇതിനിടയ്ക്ക് പറയട്ടെ, ഏതർത്ഥത്തിലാണ് നെഹ്റു ഗാന്ധിജിയുടെ പ്രിയ ശിഷ്യനാവുന്നത് എന്നുകൂടി നമുക്ക് ആലോചിക്കുന്നത് വളരെ രസകരമാണ്. ഗാന്ധിജി സനാതനധർമ്മത്തിലൂന്നിയ, ഭഗവത്ഗീതയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച, ലാളിത്യത്തിൻ്റെയും സ്വരാജിൻ്റെയും സ്വദേശിയുടെയും മുദ്രാവാക്യങ്ങളും ആദർശങ്ങളും ഉൾക്കൊണ്ട 100% രാമരാജ്യം സ്വപ്നം കണ്ട ഭാരതപുത്രനായിരുന്നു. എല്ലാ അർത്ഥത്തിലും. എന്നാൽ ഈ നെഹ്റുവോ പച്ചപ്പരിഷ്കാരി, ആ ഒരു ഇവിടുത്തെ നമ്മുടെ ഭാരതീയ മൂല്യങ്ങളോടും സനാതനധർമ്മത്തോടും സംസ്കാരത്തോടും പരമപുച്ഛം മാത്രമുള്ള ആ ഒരു പാശ്ചാത്യ പ്രതിനിധിയായിരുന്നു ഈ നെഹ്റു. ആദർശപരമായി ഗാന്ധിജിയും ഈ നെഹ്റുവും രണ്ടും ധ്രുവങ്ങളിൽ തന്നെയായിരുന്നു. ഒരു കാര്യം കൂടി, നെഹ്റു ആയിരക്കണക്കിന് പേജുകൾ എഴുതിക്കൂട്ടിയിട്ടുണ്ട്. വലിയ എഴുത്തുകാരനായിരുന്നു അദ്ദേഹം. ജയിലിൽ കിടന്നുകൊണ്ട് അങ്ങനെ കുറേ ഗുണമുണ്ടായി, കുറേ എഴുതിയിട്ടുണ്ട്. എന്നാൽ നെഹ്റു എഴുതിക്കൂട്ടിയ ആയിരക്കണക്കിന് വരികളിൽ, ലേഖനങ്ങളിൽ, പുസ്തകങ്ങളിൽ എവിടെയെങ്കിലും മഹാത്മാഗാന്ധിയെ പരാമർശിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കൂ. മഹാത്മാഗാന്ധിയെപ്പറ്റി ഒരക്ഷരം ഗാന്ധിജിയുടെ ഈ പ്രിയ ശിഷ്യൻ എഴുതിയിട്ടില്ല. ഉണ്ടെങ്കിൽ കാണിച്ചു തരൂ, ഞാൻ വിശ്വസിക്കാം. ഞാൻ ഒരുപാട് അന്വേഷിച്ച് നോക്കിയാണ്, ഞാൻ കണ്ടിട്ടില്ല. പലരോടും ഞാൻ ചോദിച്ചു, ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നെഹ്റുവിനെ അംഗീകരിക്കാൻ ഗാന്ധിജി നിർബന്ധിതനാവുകയായിരുന്നു. അതിൻ്റേതായ കാരണങ്ങളും ഉണ്ടാകാം. അതിൻ്റെ അകത്ത് ശരിയും തെറ്റുകളും നമുക്ക് അംഗീകരിക്കാവുന്നതും അല്ലാത്തതുമായ കാരണങ്ങളുണ്ടാകാം. ഇനി എന്തു തന്നെയായാലും ഗാന്ധിജിയുടെ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ അത് ഭാരതം മാത്രമായിരുന്നു. അങ്ങനെ തൻ്റെ സ്വപ്നങ്ങളോട്, തൻ്റെ ആശയങ്ങളോട് ഒത്തുപോകാത്ത ഒരു ഭരണം ആണിവിടെ. അതായത് ബ്രിട്ടീഷുകാരുടെ ആ ലെഗസി അങ്ങനെ തന്നെ അത്രയും നാൾ ബ്രിട്ടീഷുകാർ ഭരിച്ചു, ഇവിടെ പിന്നെ ബ്രിട്ടീഷുകാരുടെ പ്രതിനിധി ഭരിക്കുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ ഒരു വ്യത്യാസവും ഇവിടെ ഇല്ല. അങ്ങനെ അവിടെ തനിക്ക് യാതൊരു സ്ഥാനവുമില്ല, തൻ്റെ വാക്കുകൾക്ക് വിലയില്ല എന്ന് മനസ്സിലാക്കിയ ഗാന്ധിജി അവിടെ നിന്ന് പിൻവാങ്ങുകയായിരുന്നു. പിന്നൊരു കാര്യം, ഗാന്ധിജി എന്ന് പറയുന്നത് ഭാരതം കണ്ട ഏറ്റവും വലിയ ഒരു കലാപകാരിയാണ്. എസ്റ്റാബ്ലിഷ്മെൻറ്റിനോട് ഒരു മടിയുമില്ലാതെ ഫൈറ്റ് ചെയ്ത മനുഷ്യനാണ്. സ്വാതന്ത്ര്യം കിട്ടി ഒരു മാസം കഴിഞ്ഞപ്പോഴാണ്, കൽക്കട്ടയിൽ വൻ കലാപം നടക്കുന്നു. അദ്ദേഹം നേരെ അവിടെ പോയി അവിടെ നിരാഹാരം കിടക്കുകയാണ്. പോലീസും പട്ടാളവും എല്ലാം വിചാരിച്ചിട്ടും ഒടുങ്ങാത്ത ആ കലാപം ഏതാനും ദിവസം കൊണ്ട് ഈ വൃദ്ധനായ മനുഷ്യൻ്റെ മുന്നിൻ്റെ ഈ സഹന സമരത്തിന് മുൻപിൽ ഇല്ലാതായി. അതായിരുന്നു മഹാത്മാഗാന്ധിയുടെ കരുത്ത്, ആത്മീയ ശക്തി എന്ന് പറയുന്നത്. അത് നെഹ്റുവിനോ അത് ആർക്ക് തലവേദനയാവുന്നോ ഇതൊന്നും അദ്ദേഹത്തിന് വിഷയമല്ല. ഈ ഗാന്ധിജി വലിയ താമസമൊന്നുമില്ലാതെ ആ എസ്റ്റാബ്ലിഷ്മെൻറ്റിനെതിരെ, അന്നത്തെ എസ്റ്റാബ്ലിഷ്മെൻറ്റിനെതിരെ ഗാന്ധിജി തിരിയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. അത് തലവേദന ഉണ്ടാക്കാൻ പോകുന്നത് ഈ സർക്കാരിനും കോൺഗ്രസ് പാർട്ടിക്കും ആയിരിക്കും എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. കാര്യം അദ്ദേഹത്തിന് അധികാരം വേണ്ട, അദ്ദേഹത്തിന് തൻ്റെ കുടുംബത്തിനെയോ മക്കളെയോ മരുമക്കളെയോ ഒന്നും അവിടേക്ക് കൊണ്ടുവരികയും വേണ്ട. അദ്ദേഹത്തിൻ്റേതായ ഒരു ആശയശുദ്ധിയുണ്ട്, അതിൽ അടിസ്ഥാനപരമായ പ്രവർത്തന പദ്ധതികളുണ്ട്. അതിനനുസരിച്ചുള്ള കാര്യങ്ങൾക്ക് വിഘാതമായി അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ അതിന് അദ്ദേഹത്തിൻ്റേതായ മാർഗമുണ്ട്. അഹിംസാ രീതിയിലുള്ള സത്യാഗ്രഹവും നിരാഹാരവുമാണത്. അതിന് വലിയ സ്വാധീനം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഗാന്ധിജി ചെയ്യാൻ തുടങ്ങിയാൽ അത് ആർക്കായിരിക്കും ദോഷം ചെയ്യുക? അത് നെഹ്റുവിനും നെഹ്റു കുടുംബത്തിനും തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഗാന്ധിജി ഇല്ലാതാകേണ്ട ഏറ്റവും വലിയ ആവശ്യം ജവഹർലാൽ നെഹ്റുവിന് തന്നെയായിരുന്നു, ഒരു സംശയവുമില്ലാതെ. പിന്നൊന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അവർക്കൊരു ഗുണമുണ്ടല്ലോ, അവരെ ആരെതിർക്കുന്നോ, അവരെ ആര് വിമർശിക്കുന്നോ അവരെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തന പദ്ധതിയുടെ ഭാഗമാണത്. അത് അന്നും ഇന്നും എന്നും അങ്ങനെ തന്നെയാണ്. നമുക്കറിയാം, ലെനിൻ്റെയൊക്കെ സന്തത സഹചാരിയായിരുന്ന ട്രോട്സ്കിയെ പിന്തുടർന്നാണ് ക്യൂബയിൽ വെച്ച് ഒരു കന്മഴ് കൊണ്ട് വെട്ടിക്കൊന്നത്. വലിയ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്ന ട്രോട്സ്കിയെ. ആ ട്രോട്സ്കി മുതൽ നമ്മുടെ
നാട്ടിലെ ടി.പി. ചന്ദ്രശേഖരൻ വരെയുള്ളവരുടെ ചരിത്രം എന്താണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നും എക്കാലത്തും എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയങ്ങളെപ്പറ്റിയും അവരുടെ സാമ്പത്തിക സമീപനങ്ങളെപ്പറ്റിയുമൊക്കെ പ്രവർത്തനങ്ങളെപ്പറ്റിയുമൊക്കെ സംശയമുണ്ട്, നിങ്ങളതെനിക്ക് വ്യക്തമാക്കി തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഗാന്ധിജി കത്തുകൾ അയച്ചിട്ടുണ്ട് അന്നത്തെ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി പി.സി. ജോഷിക്ക്. ആ കത്തുകളിൽ ഒന്നിനു പോലും അവർ മറുപടി അയച്ചിട്ടില്ല. ആ കാലത്ത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് എത്രയോ തവണ ഗാന്ധിജി അവരുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട്, ചെയ്തിട്ടില്ല. ഗാന്ധിജിയെ കാണാൻ അവർ കൂട്ടാക്കിയിട്ടില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടേ ഇല്ല. ഗാന്ധിജിയുടെ ഒരു ആശയവിനിമയത്തിന് പോലും അവർ തയ്യാറായില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർ തന്നെ അവരുടെ മുദ്രാവാക്യമൊക്കെ പ്രസിദ്ധമാണ്. ആരാണ് ഈ ഗാന്ധി, ഇന്ത്യയെ മാന്തി പുണ്ണാക്കി, ഗാന്ധി എന്നും വിളിക്കില്ല, കോന്തി എന്നും വിളിക്കില്ല, ഇൻകുലാബ് സിന്ദാബാദ് എന്ന് വിളിക്കും. ഇതൊക്കെയായിരുന്നു അവരുടെ മുദ്രാവാക്യം. എന്താണ് നമ്മുടെ നേതാവ് വല്ലിച്ചറ്റ, ജപ്പാൻകാരുടെ കാൽനക്കി എന്ന് സുഭാഷ് ചന്ദ്രബോസിനെ, നേതാജിയെ വിളിച്ചവർ ഗാന്ധിജിയെ പറ്റി വിളിച്ചതാണത്. ആരാണ് ഈ ഗാന്ധി, ഇന്ത്യയെ മാന്തി പുണ്ണാക്കി. ഇപ്പോഴും മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള EMSൻ്റെ ഒരു വലിയ പുസ്തകമുണ്ട്, വലിയ പുസ്തകമാണ്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം. ദേശാഭിമാനി ബുക്ക് സ്റ്റോളിലൊക്കെ കിട്ടും. അതിൽ EMS ധാരാളം ഏരിയയിൽ ഗാന്ധിജിയെ പറ്റി പരാമർശിക്കുന്നുണ്ട്. ഒരിടത്ത് പോലും സുഹൃത്തുക്കളെ ഗാന്ധിജി എന്നോ മഹാത്മാഗാന്ധി എന്നോ അല്ല EMS പറയുന്നത്, മിസ്റ്റർ ഗാന്ധി എന്ന് മാത്രം. അവരെ സംബന്ധിച്ചിടത്തോളം ഗാന്ധിജി എന്ന് പറയുന്നത് ഇവിടെയുള്ള ചരിത്രത്തിലുണ്ടായിരുന്ന അനേകം ആൾക്കാരിൽ ഒരാൾ, അത് മാത്രമല്ല നമുക്ക് വരികൾക്കിടയിലൂടെ പലതും വായിച്ചാൽ മനസ്സിലാകും ഗാന്ധിജിയെ വളരെ ഒരു സൂത്രശാലിയായ, ഒരു ക്രൂക്കഡായ, ഒരു കുറുക്കനായിട്ടാണ് ഇവർ കണ്ടിരുന്നത്. അപ്പോൾ അവരുടെയും ശത്രുവാണ്. നെഹ്റു മാനസികമായിട്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോട് അദ്ദേഹത്തിന് താല്പര്യവും ഉണ്ടായിരുന്നു. അദ്ദേഹം സ്റ്റാലിൻ്റെ റഷ്യയെപ്പറ്റി ധാരാളം എഴുതിയിട്ടുണ്ട്. ഗാന്ധിജിയെ പറ്റി എഴുതിയില്ലെങ്കിലും അത് എഴുതിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഈ രണ്ട് പേർ, അത് നമ്മളിപ്പം അതിനുശേഷം ഈ നിർമ്മൽ ചന്ദ്ര ചാറ്റർജിയെ അക്കോമഡേറ്റ് ചെയ്തതിൽ നിന്നും ഒരക്ഷരമിണ്ടാതെ, അതും ജ്യോതി ബാസുവിനെ പോലെയും ബസവ പുന്നയ്യെപ്പോലെയും BT രണദിവയെപ്പോലെയും ഒക്കെയുള്ള വലിയ സ്റ്റൾവാർട്സ് ആയിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാർ ജീവിച്ചിരുന്ന കാലത്താണ് ഈ ഹിന്ദു മഹാസഭയിൽ നിന്ന് ഒഴിവായി വന്ന ഈ ഒരു അഭയാർത്ഥിയെ ഇവർ സ്വീകരിച്ചത്. എന്തിന്? ആ ചോദ്യത്തിന് ഒരു ഉത്തരവും കിട്ടിയിട്ടില്ല, ഒരിക്കലും കിട്ടിയിട്ടില്ല. ഇനിയും വേറൊരു വലിയ ചോദ്യമുണ്ട്. ഈ പ്രതികളെ മുഴുവൻ ശിക്ഷിച്ചു, പക്ഷേ അതിൽ ഇവർക്ക് തോക്ക് സംഘടിപ്പിച്ചു കൊടുത്ത ഒരു ഇറ്റാലിയൻ ബറേറ്റ പിസ്റ്റളായിരുന്നു ഉപയോഗിച്ചുകൊണ്ടാണ് മഹാത്മാഗാന്ധിയെ കൊന്നത്. ആ തോക്ക് ഇവർ സംഘടിപ്പിച്ചത് ഗ്വാളിയറിൽ നിന്നാണ്. ഗ്വാളിയറിലെ ഒരു ഡോക്ടർ പർച്ചുറയാണ് ഈ തോക്ക് കൊടുത്തത്. ആ പർച്ചുറയും കേസിൽ പ്രതിയായിരുന്നു. ആ ആയുധം പർച്ചുറയ്ക്ക് എവിടെ നിന്ന് കിട്ടി? രണ്ടാം ലോകമഹായുദ്ധത്തിലൊക്കെ പലയിടത്ത് ഉപയോഗിച്ചിരുന്ന അന്നത്തെ വലിയ ബ്രാൻഡായിരുന്നു അത്. ആയുധങ്ങളിലെ കറങ്ങിത്തിരിഞ്ഞാണ് ഇവിടെ വന്നത്. ഈ പർച്ചുറയിൽ നിന്നാണ് ഇവർ തോക്ക് വാങ്ങിയത് എന്നുള്ളതല്ലാതെ ഈ പർച്ചുറയ്ക്ക് എവിടെ നിന്ന് തോക്ക് കിട്ടി, ആ തോക്കിൻ്റെ ഉറവിടം എവിടെയാണ്, അങ്ങനെ ഒരു അന്വേഷണവും നടന്നിട്ടില്ല. അത് മാത്രവുമല്ല, ഡൽഹി കോടതി പർച്ചുറയെ തടവിന് ശിക്ഷിച്ചു. ഷിംല ഹൈക്കോടതിയിൽ കേസ് അപ്പീലിന് പോയി. ആ അപ്പീലിന് പോയപ്പോൾ ഇവർക്ക് ആയുധം സംഘടിപ്പിച്ചു കൊടുത്ത ദത്താത്രേയ പർച്ചുറെ എന്ന ഗ്വാളിയോർക്കാരൻ ഹോമിയോ ഡോക്ടറെ കോടതി വെറുതെ വിട്ടു. അതായത് ഈ കേസിൽ ഒരു കൊലപാതക കേസിലെ ഏറ്റവും നിർണായകമായൊരു കാര്യമാണ് കൊലപാതകം നടത്താൻ ഉപയോഗിച്ച ആയുധം. ആ ആയുധം സംഘടിപ്പിച്ച് കൊടുത്ത ആളിനെ കോടതി ശിക്ഷിച്ചില്ല. നമുക്കറിയാം രാജീവ് ഗാന്ധി വധക്കേസിലെ അന്ന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പിന്നെ 10-30 വർഷം ജയിലിൽ കിടന്ന് കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ പേരറിവാളൻ. അയാൾ ചെയ്ത കുറ്റം എന്തായിരുന്നു? ഈ കൊലയ്ക്ക് വേണ്ട, രാജീവ് ഗാന്ധിയെ കൊല്ലാൻ വേണ്ട ബോംബ് സംഘടിപ്പിച്ചു കൊടുത്തു എന്നതായിരുന്നു അയാളുടെ കുറ്റം. അതിനാണ് അയാളെ വധശിക്ഷയ്ക്ക് വിധിച്ചത്. അത്ര സീരിയസ് ആണത്. ഒരു കൊലക്കേസിലെ ആയുധം എന്ന് പറയുന്നതും ആയുധത്തിൻ്റെ സോഴ്സ് എന്ന് പറയുന്നതും.
ആയുധത്തിൻ്റെ സോഴ്സിനെ പറ്റി ഒരു വിവരവുമില്ല, ഒരന്വേഷണവും നടന്നിട്ടില്ല. പക്ഷേ എങ്കിലും ആ ആയുധം സംഘടിപ്പിച്ചു കൊടുത്ത ഈ പർച്ചുറയെ വെറുതെ വിടുകയും ചെയ്തു. ആ ആയുധവുമായി ബന്ധപ്പെട്ട് ആരെയും ശിക്ഷിച്ചിട്ടില്ല. ഇങ്ങനെ നോക്കുമ്പോൾ ഈ ഉയരുന്ന ചോദ്യങ്ങൾക്കെല്ലാം നമുക്ക് ഉത്തരം വേണ്ടേ? അതുപോലെ മുമ്പേ പറഞ്ഞല്ലോ, ഗാന്ധിജി കൊല്ലപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് നമ്മളൊന്ന് ചിന്തിച്ചാൽ നമ്മൾ ഞെട്ടിപ്പോകും. ഒരു സംശയവും വേണ്ട സുഹൃത്തുക്കളെ, ഈ നെഹ്റു കുടുംബത്തിൻ്റെ ഭരണം 1950കളിൽ തന്നെ ഇവിടെ അസ്തമിക്കുമായിരുന്നു. നമ്മൾ ഇന്ന് കാണുന്ന ഒരു സൂര്യോദയമുണ്ടല്ലോ, ഒരു പ്രകാശമുണ്ടല്ലോ, ആ പ്രകാശം അന്ന് 1950കളിൽ ഇന്ത്യയിൽ നടക്കുമായിരുന്നു. ഇതുപോലെയുള്ള കാഴ്ചപ്പാടും സമർപ്പണവുമുള്ളൊരു ഭരണം, ഒരു നേതൃത്വം 50കളിലും 60കളിലും ഭാരതത്തിനെ നയിച്ചിരുന്നു എങ്കിൽ ഇന്ന് ഭാരതം എവിടെ നിൽക്കുമായിരുന്നു എന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ ചോര തിളച്ചു പോകുന്നത് അവിടെയാണ്. അത് സംഭവിക്കുമായിരുന്നു. പക്ഷേ ഭാരതത്തിൻ്റെ ദുര്യോഗം, ആയിരക്കണക്കിന് വർഷം നീണ്ട ദുര്യോഗം, ഏതാനും പതിറ്റാണ്ടുകൾ കൂടി തുടരാൻ ആയിരുന്നു ഇവിടെ യോഗം. എന്തായാലും നമ്മളുടെയൊക്കെ കാലത്ത് ഇങ്ങനെയൊക്കെ ഒരു ചേഞ്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ പുണ്യമെന്നും ഭാഗ്യമെന്നും വിചാരിക്കാം. ഞാൻ പിന്നെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മളിവിടെ ഏറ്റവും കൂടുതൽ അഡ്രസ്സ് ചെയ്യേണ്ടത് ആരെയാണ്? കമ്മ്യൂണിസ്റ്റുകാരെ വിട്, കോൺഗ്രസ്സുകാരെയൊക്കെ ഇന്നും വിട്. അവർക്ക് തന്നെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് ഒരു യുദ്ധഭൂമിയിൽ തളർന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ ഒരുതരം കൺമുമ്പിൽ ഇരുട്ട് മാത്രമായി നിൽക്കുന്ന ആ കൂട്ടരോട് നമുക്ക് സഹതാപം മാത്രം മതി. അവരെ വിട്ടേക്ക്. അവർ തീർന്നു കഴിഞ്ഞു. ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയുടെ വക്കിൽ ഇങ്ങനെ നിൽക്കുകയാണ് അവർ. ഇനി അതിലേക്ക് വീഴേണ്ട താമസമേ ഉള്ളൂ. അതുകൊണ്ട് ഈ പറഞ്ഞവരൊന്നും ഒരു വിഷയമല്ല. പക്ഷേ ഈ ഗോഡ്സെ ആരാധകർ നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്ന് അവകാശപ്പെടുന്ന ഗോഡ്സെ ആരാധകർ, അവരെ സൂക്ഷിക്കണം. എന്താന്ന് വെച്ചാൽ ഈ ഗോഡ്സെയും ഇങ്ങനെയായിരുന്നു. എന്തായിരുന്നു ഗോഡ്സെയുടെ വലിയ നീണ്ട ഒരു പ്രസ്താവനയുണ്ട് സിംല ഹൈക്കോടതിയിൽ കൊടുത്തത്. അത് വേറൊരു തമാശ ഉണ്ട്, അത് ഞാൻ പുറകെ പറയാം സമയം അനുവദിക്കുമെങ്കിൽ. അതിൻ്റെ അകത്ത് അദ്ദേഹം ഇങ്ങനെ രാജ്യത്തിൻ്റെ ചരിത്രം മുഴുവനും എണ്ണി പറയുന്നുണ്ട്. വളരെ വെൽ ആർട്ടിക്കുലേറ്റഡായിട്ടുള്ള പുസ്തകമാണ്. ഇപ്പോഴും മാർക്കറ്റിൽ കിട്ടും, അത് ആമസോണിലൊക്കെ കിട്ടും. അത് മേ ഇറ്റ് പ്ലീസ് യുവർ ഓണർ എന്നാണ് അതിൻ്റെ പേര്. പിന്നീട് അത് കുറച്ചുകൂടെ പരിഷ്കരിച്ച് വൈ ഐ കിൽഡ് മഹാത്മാഗാന്ധി എന്നാക്കിയിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ ഇത് കഴിഞ്ഞുള്ള ഇൻ്ററാക്ഷൻ്റെ ഭാഗമായിട്ട് വരികയാണെങ്കിൽ ഞാൻ പറയാം. അതിൻ്റെ അകത്ത് ഗാന്ധിജിയെ കൊല്ലാനുള്ള കാരണം അദ്ദേഹം പറയുന്നത്, ഗാന്ധിജി ഏറ്റവും വലിയൊരു ഹിന്ദു ദ്രോഹിയായിരുന്നു. ഗാന്ധിജി കാരണമാണ് വിഭജനം സംഭവിച്ചത്, ആയിരക്കണക്കിന് ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടത്, അതുകൊണ്ടാണ് ഗാന്ധിജിയെ കൊന്നത്. ഇതേ സംഭവമല്ലേ നമ്മുടെ ഇന്നത്തെ ഈ അഭിനവ ഹിന്ദു തീവ്രവാദികളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇവർ ആരുടെ ശബ്ദമാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അതായത് ഗാന്ധിജി അന്ന് കൊല്ലപ്പെട്ടില്ലായിരുന്നു, ഗാന്ധിജി കൊല്ലപ്പെടേണ്ടത് അന്ന് ആരുടെ ആവശ്യമായിരുന്നോ അതേ ആൾക്കാരുടെ നാവായിട്ടാണ് ഇന്ന് ഈ പറയുന്ന പോലെ ഇന്നത്തെ ഈ അഭിനവ ഹിന്ദു തീവ്രവാദികൾ പ്രവർത്തിക്കുന്നത് എന്ന് നാം തിരിച്ചറിയുക തന്നെ വേണം. ചിലപ്പോൾ ഒരു പക്ഷേ ഞാൻ ഈ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ പലർക്കും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം. നോ പ്രോബ്ലം, തർക്കിക്കാൻ ഞാൻ തയ്യാറാണ്. മഹാത്മാഗാന്ധി എന്ന് പറയുന്നത് ശരിക്കും എല്ലാ അർത്ഥത്തിലും ഒരു സനാതനധർമ്മിയായിരുന്നു, സനാതനിയായിരുന്നു, മാതൃകാ പുരുഷൻ തന്നെയായിരുന്നു. വിമർശിക്കാം, നോ പ്രോബ്ലം. അതിനെന്താ? ഇവിടെ ദൈവത്തിനെ പോലും വിമർശിക്കാൻ അവകാശമുള്ള നാടാണിത്. മഹാത്മാഗാന്ധി വിമർശനത്തിന് അതീതനൊന്നുമല്ല.
തീർച്ചയായും മഹാത്മാഗാന്ധിയെ വിമർശിക്കാം. സുഭാഷ് ചന്ദ്രബോസും നേതാജി സുഭാഷ് ചന്ദ്രബോസും ബാബാ സാഹേബ് അംബേദ്കറുമൊക്കെ ഗാന്ധിജിയുടെ കടുത്ത വിമർശകരായിരുന്നു. അതിലൊന്നും പ്രശ്നമില്ല. പക്ഷേ ഗാന്ധിജിക്ക് ചരിത്രത്തിലുള്ള സ്ഥാനം എന്ന് പറയുന്നത് ആർക്കും നിഷേധിക്കാനാവാത്തതാണ്. അതുപോലെ തന്നെ ഗാന്ധിജി ജീവിച്ചിരുന്നിരുന്നു എങ്കിൽ, കുറേ കാലം കൂടി ഗാന്ധിജി ഉണ്ടായിരുന്നു എങ്കിൽ, ഗാന്ധിജിക്ക് സംഭവിക്കാമായിരുന്ന പരിവർത്തനം എന്തായിരിക്കും? അതും കൂടി നമുക്കൊന്ന് ആലോചിക്കണ്ടേ? അത് മനസ്സിലാക്കാൻ വളരെ ലളിതമാണ്. പ്രമുഖ ഗാന്ധിയന്മാർ അവർക്കെന്താണ് സംഭവിച്ചത് എന്ന് മാത്രം നോക്കിയാൽ മതി. നമ്മൾ ഈ ഖദർ വിട്ട് ഒക്ടോബർ 2-ന് RSSകാരെ ചീത്തം വിളിച്ച് നടക്കുന്നവരെ നമ്മൾ ഗാന്ധിയന്മാരായിട്ട് കണക്കാക്കണ്ട. ജയപ്രകാശ് നാരായണൻ, മൊറാർജി ദേശായി, കേരള ഗാന്ധി എന്നറിയപ്പെട്ടിരുന്ന കേളപ്പൻ, അങ്ങനെ മഹാത്മജിയോട് ഏറ്റവും അടുത്ത് നിന്നിരുന്ന ആ ശിഷ്യന്മാരെല്ലാവരും കോൺഗ്രസിൽ നിന്നും നെഹ്റുവിൽ നിന്നും അകന്നുപോയി യഥാർത്ഥ ദേശീയ ചിന്താ പദ്ധതികളിലേക്ക് അടുത്തവരായിരുന്നു. കേളപ്പജി, കേരള ഗാന്ധി എന്നറിയപ്പെട്ടിരുന്ന കേളപ്പജി 100% നമ്മുടെ സംഘപരിവാർ സഹയാത്രികനാവുകയും ചെയ്തു. അപ്പോൾ നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ സുഹൃത്തുക്കളെ, ഗാന്ധിജി ജീവിച്ചിരുന്നിരുന്നുവെങ്കിൽ ഗാന്ധിജിയും ആ സംഘഗംഗയിൽ തന്നെ എത്തിച്ചേരുമായിരുന്നു. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന കാര്യം പറഞ്ഞു, 100% കൺവിക്ഷനോടുകൂടിയാണ് ഇനി പറയുന്നത്. ഗാന്ധി സാഹിത്യത്തിലൂടെ ഒരു പ്രാവശ്യം നമ്മളൊന്ന് കടന്നുപോയാൽ എന്താണ് ഈ പറയുന്നത്? അതിൻ്റെ അകത്ത് രാമനും ഭഗവത്ഗീതയും രാമായണവും ആ നൽകുന്ന ആ ആദർശങ്ങളും സന്ദേശങ്ങളും തന്നെയാണ് അതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ കഴിയുക. 100%. ആ ഗാന്ധിജിയെ ഹിന്ദു വിരുദ്ധനാക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ ഒരു മഹാപാപം വേറെയില്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇതിൻ്റെ അകത്ത് വിരുദ്ധാഭിപ്രായങ്ങളുള്ളവരുണ്ടാകാം. തീർച്ചയായും അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സ്വാഗതം തന്നെയാണ്, സ്വാഗതം. ഇനിയും കുറച്ച് സമയം നമുക്ക് ഇൻ്ററാക്ഷൻ നടത്താം എന്ന് തോന്നുന്നു. ഇനിയുമുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്കത് ഇൻ്ററാക്ഷൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ അത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എൻ്റെ ഈ എളിയ വാക്കുകൾ ഞാൻ ഇപ്പോൾ ചുരുക്കുകയാണ്. നമുക്ക് കുറച്ച് സമയം ഇൻ്ററാക്റ്റ് ചെയ്യാം എന്ന് തോന്നുന്നു. ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഓ പ്ലീസ് പറയൂ. എൻ്റെ പേര് രതീഷ് എന്നാണ്. ചോദ്യം ഇതാണ്, ഈ അന്നത്തെ ഗോഡ്സയെ പോലെ ഇന്ന് അഭിനവ തീവ്ര ഹിന്ദുക്കളെന്ന് ഉദ്ദേശിച്ചത് ആരെയാണെന്നൊന്ന് വ്യക്തമാക്കാൻ പറ്റുമോ? അല്ല, ഞാനിപ്പോൾ ഇവിടെ ആരുടെയും പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അത് നിങ്ങൾക്കൊക്കെ അറിയാം. നിങ്ങൾ നവമാധ്യമങ്ങളിൽ കൂടെയൊക്കെ നിങ്ങളൊന്ന് ഓടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു ഇൻ്ററാക്ഷനിൽ വ്യക്തിപരമായി ആൾക്കാരെ പരാമർശിക്കുന്നത് ശരിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതൊരു പാൻ ഇന്ത്യ ഓർഗനൈസേഷൻ അല്ല. അല്ല 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 താങ്കൾ ഉദ്ദേശിച്ചത് അല്ല 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 വ്യക്തികളുടെ ഒരു അവർക്ക് കൂട്ടായ്മയില്ല. പക്ഷേ അവർക്ക് എന്താ പറഞ്ഞാൽ, പക്ഷേ സോഷ്യൽ മീഡിയയിൽ അവർക്ക് അത്യാവശ്യം അവർ ഹിന്ദു ഇതിന് വേണ്ടിയിട്ട് വരുന്നു, ഹിന്ദു കോസിന് വേണ്ടിയിട്ട് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വരികയും അങ്ങനെ അവരുടെ വാക്കുകളെ നമ്മുടെ വാക്കുകളായി ചിത്രീകരിക്കുക. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ മാധ്യമങ്ങൾക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, അങ്ങനെ വരികയും ചെയ്യുന്നത് അത് നമുക്ക് വലിയൊരു തലവേദന ഉണ്ടാക്കുന്നുണ്ട്. മനസ്സിലായി. വേറൊരു ചോദ്യം കൂടെ ഉണ്ടായിരുന്നു. ഓ പ്ലീസ് ചോദിച്ചോളൂ. താങ്കൾ പറഞ്ഞ പോലെ സനാതന ധർമ്മത്തിന്റെ കൂറിൽ നിന്നുകൊണ്ടാണ് ഗാന്ധിജി തുടങ്ങിയത്, ഗാന്ധിജി ആളുകളുടെ ഇമാജിനേഷനെ പിടിച്ചടക്കുകയും ചെയ്തത് എന്നുള്ളത് ഒരു വാസ്തവമാണ് ഭാരതത്തില്. അതെ. അതേസമയം അദ്ദേഹം പിന്നീട് ഈ മോർഫ്ഡ് ഇൻടു ആന്റി ഹിന്ദു എന്ന് പറയുന്നത് ഇന്ററാക്ഷൻ അല്ലേ ഇത്? ഹലോ, ഇന്ററാക്ഷൻ ആണ്. ഇത് ഇന്ററാക്ഷൻ ആണെന്നാണ് ഞാൻ വിചാരിച്ചത്.
ഇത് ഇൻട്രൊഡക്ഷൻ അവസാനിപ്പിച്ചില്ലല്ലോ. അവസാനിപ്പിച്ചു. ഓ അവസാനിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ആ അതെ അതെ ഇടയ്ക്ക് ഞാനൊന്ന് ആ ഓക്കെ ഓക്കെ കണക്ടിവിറ്റി പ്രശ്നമായി പോയി. ഓക്കെ 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 ശരി. അപ്പൊ ഞാൻ ചോദിച്ചു വന്നത്, അദ്ദേഹം സനാതന കോർ പ്രിൻസിപ്പിൾസിലെല്ലാം ഉറച്ചു നിന്നുകൊണ്ട് ആളുകളായിട്ട് സംവദിക്കുകയും അങ്ങനെ ആളുകളുടെ മനസ്സിനെ കീഴടക്കുകയും ചെയ്തു എന്നുള്ള ഒരു വസ്തുതയാണ്. അറ്റ്ലീസ്റ്റ് ഞാനും വ്യക്തിപരമായിട്ട് അത് വിശ്വസിക്കുന്നു. അതേസമയം അദ്ദേഹം പിൽക്കാലത്ത് പർപ്പസ്ഫുള്ളി ഹിന്ദു വിരുദ്ധനായില്ലായിരിക്കാം, പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ഒബ്സസീവ് ആയിട്ടുള്ള ഒരു സ്വഭാവം കാരണം മറ്റുള്ളവരെ എങ്ങനെയും പീഡിപ്പിച്ച് അവരെ അങ്ങ് ഇതുപോലെ കീഴടക്കും എന്നുള്ളൊരു ഒബ്സഷൻ കാരണം അദ്ദേഹം ഹിന്ദു വിരുദ്ധമായുള്ള പല പ്രവൃത്തികളിൽ ഏർപ്പെട്ടിട്ടില്ലേ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അവിടെയാണ് പലർക്കും ഒരു സന്ദേഹം വരുന്നത്. അതുകൊണ്ടാണ് ഗോഡ്സെയെ അനുകൂലിച്ച് പലരും പല പ്രാവശ്യവും സംസാരിക്കുന്നത് എന്നാണ് തോന്നുന്നത്. അതിനെക്കുറിച്ചൊന്ന് പറയാം. തീർച്ചയായും. അതായത് ഗാന്ധിജി ഉറച്ചു വിശ്വസിച്ചിരുന്നു, അതായത് ഈ മുസ്ലിം ജനസാമാന്യത്തിനെ, എന്തായാലും ഇവിടുത്തെ വലിയൊരു ജനസമൂഹമാണ് അവരെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് രാജ്യത്തിന് മുമ്പോട്ട് പോകാൻ കഴിയില്ല. അത് ശരിയുമല്ല. അപ്പം പരമാവധി അവരെ ഇൻക്ലൂസീവ് ആക്കാൻ വേണ്ടി ഇപ്പം ആ ഒരു ജനവിഭാഗം എന്ന് പറയുന്നത് ആ ഒരു കടുത്ത പിന്നോക്കാവസ്ഥയിലും വിദ്യാഭ്യാസമില്ലായ്മയിലും അങ്ങനെ ആ ഒരു കടുത്ത മതനിയമങ്ങളുടെ ഒരു തടവറയിലുമൊക്കെ കിടക്കുന്ന ആ ഒരു സമൂഹമാണത്. അവരെ ഇതിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇപ്പം ചില ആൾക്കാരെ, ഇപ്പോൾ ചില കൊച്ചു കുട്ടികളെ നമ്മൾ ചില കളിപ്പാട്ടങ്ങളോ അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ കൊടുത്ത് അവരെ നമ്മുടെ വരുതിക്ക് കൊണ്ടുവരാനൊക്കെ ശ്രമിക്കില്ലേ? എന്നാൽ അങ്ങനെ ചെയ്യുമ്പോൾ ഈ മുതിർന്ന വ്യക്തികൾ അല്ലെങ്കിൽ ഇത് മാറി നിന്നവർ എന്താ അവന് മാത്രം കളിപ്പാട്ടം കൊടുത്തത് എനിക്ക് തരാത്തത് എന്ന് പറയാറില്ലല്ലോ. ആ രീതി അങ്ങനെ നടക്കും എന്ന് ഗാന്ധിജിക്ക് ഉറച്ചൊരു വിശ്വാസം ഗാന്ധിജിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അത് പൂർത്തീകരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഇനി ഒരു കാര്യം ഞാൻ പറയട്ടെ, വേറൊരു കാര്യം കൂടെയുണ്ട്. അതായത് ഈ ഗാന്ധിജി കൊല്ലപ്പെടുമ്പോൾ, ആ ജനുവരി 30 ഗാന്ധിജി കൊല്ലപ്പെടുമ്പോൾ ഗാന്ധിജിയുടെ പേഴ്സണൽ ഡോക്ടറായിരുന്ന സുശീല നയ്യാർ അദ്ദേഹത്തിൻ്റെ സമീപത്തുണ്ടായിരുന്നില്ല. അവർ ആ സമയത്ത് പാകിസ്ഥാനിലായിരുന്നു. ഫെബ്രുവരി 2 അദ്ദേഹം പാകിസ്ഥാനിലേക്ക് ഒരു പദയാത്ര പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. മാത്രവുമല്ല 47 ഓഗസ്റ്റ് 15 ഇന്ത്യയും പാകിസ്ഥാനും രണ്ടായി, പാകിസ്ഥാനുണ്ടായി, ഇന്ത്യയും ഉണ്ടായി. പക്ഷേ ഒരു 1.5 മാസം കഴിഞ്ഞപ്പോഴേക്ക്, ഒരു 2 മാസം കഴിഞ്ഞപ്പോഴേക്ക് മുഹമ്മദ് അലി ജിന്നയ്ക്ക് അദ്ദേഹം ഉദ്ദേശിച്ചിരുന്ന രീതിയിലേക്കല്ല കാര്യങ്ങൾ പോയി തുടങ്ങുന്നത് എന്ന് മനസ്സിലായി. ഇനിയിപ്പം നമ്മൾ മുഹമ്മദ് അലി ജിന്നയെ പല കാര്യങ്ങളിൽ വിമർശിക്കാം, പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ജിന്ന ബേസിക്കലി ഒരു മുസ്ലിം ഫനാറ്റിക് ആയിരുന്നില്ല. അദ്ദേഹം നോമ്പെടുത്തിരുന്നില്ല, അദ്ദേഹം മദ്യപിച്ചിരുന്നു, അദ്ദേഹം റംസാൻ വെള്ളിയാഴ്ച നമസ്കാരം നടത്തിയിരുന്നില്ല, നിസ്കരിച്ചിരുന്നില്ല. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടം പന്നി മാംസവുമായിരുന്നു. അദ്ദേഹം കുറച്ച് പ്രോഗ്രസീവായിട്ടുള്ള കാഴ്ചപ്പാട്, ഇംഗ്ലണ്ടിലൊക്കെ പഠിച്ചാണ്, ആ ഒരു കാഴ്ചപ്പാടുള്ള ആളാണ്. മുസ്ലിങ്ങൾക്ക് പ്രാധാന്യമുള്ള എന്നാൽ ഒരു പ്രോഗ്രസീവ് നേഷൻ എന്നുള്ളതായിരുന്നു പാകിസ്ഥാനെ പറ്റി അദ്ദേഹത്തിൻ്റെ ആ ഒരു കാഴ്ചപ്പാട്. പക്ഷേ സംഭവം കഴിഞ്ഞു, സ്വാതന്ത്ര്യം കിട്ടി, പാകിസ്ഥാൻ ഉണ്ടായി, ഏതാനും ദിവസങ്ങൾ കൊണ്ട്, ആഴ്ചകൾ കൊണ്ട് തന്നെ സംഗതി ജിന്നയുടെ കയ്യിൽ നിന്ന് പോയി. അവിടെ പാകിസ്ഥാനിലെ അദ്ദേഹം അതിൽ തന്നെ എതിർത്തിരുന്ന മതമൗലികവാദികളുടെ കയ്യിലും ലിയാഖത്ത് അലിഖാനെ പോലുള്ളവരുടെയൊക്കെ കയ്യിൽ ആ ഭരണം എത്തിയപ്പോൾ അദ്ദേഹം ആകെ അസ്വസ്ഥനായിരുന്നു. ഞാൻ വായിച്ചിട്ടുണ്ട്, അതായത് ഞാൻ തിരിച്ച് ഇന്ത്യയിലേക്ക് പോകും, മഹാത്മാഗാന്ധിയെ നേരിട്ട് കണ്ട് വിഭജനം വേണ്ടി വന്നാൽ റദ്ദാക്കും എന്ന് അദ്ദേഹം ഭീഷണി പോലും മുഴക്കിയിരുന്നു. അങ്ങനെ ആ ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിൽ ഗാന്ധിജി പാകിസ്ഥാനിലേക്ക് ഒരു പദയാത്ര പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു ഫെബ്രുവരി 2. അതിൻ്റെ തയ്യാറെടുപ്പുകൾക്ക് വേണ്ടി സുശീല നയ്യാർ പാകിസ്ഥാനിലായിരുന്നു. പക്ഷേ ആ പദയാത്ര നടക്കരുത് എന്നുകൂടിയുള്ള പ്ലാനിങ് ഗൂഢാലോചന ഇവിടെ നടന്നിട്ടുണ്ട്. തീർച്ചയായും ഒരുപക്ഷെ ഗാന്ധിജിക്ക് ഉറപ്പുണ്ട്, അദ്ദേഹം കുറച്ചു കാലം കൂടെ ജീവിച്ചിരുന്നിരുന്നുവെങ്കിൽ അദ്ദേഹം ഈ പറയുന്ന രീതിയിൽ കൂടുതൽ ഇൻക്ലൂസീവായിട്ടുള്ള രീതിയിൽ ഈ രാജ്യത്തെ മുസ്ലിം സമൂഹത്തിനെ നമ്മുടെ ദേശീയ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്ന ഒരു പ്രത്യാശ ഗാന്ധിജിക്കുണ്ടായിരുന്നു. അദ്ദേഹത്തിന് അതിൻ്റെ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു.
അത് നടക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. കാര്യം അതിനെന്ത് സംഭവിക്കും എന്ന് കാണാൻ ചരിത്രമോ ദൈവമോ അനുവദിച്ചില്ല. അതുകൊണ്ട് ഗാന്ധിജിയുടെ ഒരു ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്, ഞാൻ മനസ്സിലാക്കുന്നതും അങ്ങനെ തന്നെയാണ്. ഓക്കെ സർ, ഞാൻ മറ്റുള്ളവരുടെ സമയം എടുക്കാതിരിക്കാൻ വേണ്ടി ഞാൻ തൽക്കാലം ഓക്കെ നിർത്തുന്നു. പക്ഷെ എവിടെ വരെ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. ഒരാളുടെ പ്രത്യാശി അല്ലെങ്കിൽ എത്രയോ മഹാനും ആയിക്കോട്ടെ, അങ്ങയുടെ പ്രത്യാശ, അങ്ങയുടെ ഒബ്സഷനും കൊണ്ട് ഒരു സമൂഹത്തിനും ഒരു രാഷ്ട്രത്തിനും ഉണ്ടാകുന്ന പരിക്ക് അത് പരിമിതപ്പെടുത്തേണ്ട ഒരു ആവശ്യം ഉണ്ടല്ലോ. അതിന് ഇവിടുത്തെ ഹൈന്ദവ ജനത ഉണർന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് എവിടെയെങ്കിലും. പക്ഷെ എന്തായാലും ഞാൻ വിരമിക്കുന്നു ഈ ഡിബേറ്റിൽ നിന്ന്. മറ്റുള്ളവർക്ക് അവസരം കൊടുക്കണമല്ലോ. താങ്ക് യു സർ. ഓക്കെ. മറ്റ് ക്വസ്റ്റ്യൻസ്?